ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ചീമച്ചക്ക കറി വെച്ചാലോ. അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും കറി മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനെ അരച്ചെടുക്കണം. കുറച്ച് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീമച്ചക്കയൊക്കെ ചെത്തി പറക്കി എടുത്തിട്ടുണ്ട്. ചീമച്ചക്ക കറി വെക്കാനായിട്ട് തീയൊക്കെ കത്തിച്ച് ചീനിച്ചട്ടി ചൂടാകാൻ വെച്ച് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിടുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇടുന്നുണ്ട്. ചുമന്നുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. മൂത്ത് വന്ന ഉള്ളിയിലേക്കും തേങ്ങാക്കൊത്തിലേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ചീമച്ചക്ക ഇടുന്നുണ്ട്. അതിട്ടങ്ങ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീമച്ചക്ക വേകാൻ ഒരുപാട് സമയമൊന്നുമില്ല. അങ്ങനെ ചീമച്ചക്കയൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചീമച്ചക്ക വേകാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും ചേർത്താണ് വേകാനായിട്ട് വെക്കുന്നത്. ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ചീമച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരണം. ചീമച്ചക്ക കറിയൊക്കെ റെഡിയായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അങ്ങനെ നമ്മൾ കടുകൊക്കെ വറുത്തൊഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്